രാത്രി ഉറക്കം കിട്ടാണ്ട് ഫോണും തോണ്ടിയിരുന്ന് കാലത്ത് എഴുന്നേക്കണല്ലോ എന്ന് ആലോചിച്ച് മാത്രം എഴുന്നേറ്റ് വരുന്ന 90s ജനിച്ച ഒരു ശരാശരി യുവാവ് തന്നെയാണ് ഞാനും. ഗുഡ് മോർണിംഗ് ഗൈസ്. പോസിന് കിട്ടിയ ബ്രഷും പേസ്റ്റും വെച്ചിട്ടാവാൻ പല്ലേപ്പൊന്നായി ഞാൻ. ഇനി പല്ല് തേച്ചുകൊണ്ടിരിക്കുമ്പോഴും ഉറങ്ങാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ? എനിക്ക് പറ്റും ഗൈസ്, ഐ ക്യാൻ. പല്ല് തേച്ച് നേരെ ഒരു കുപ്പി വെള്ളം എടുത്ത് അങ്ങ് കമഴ്ത്തി. ഒരു കുപ്പി എന്ന് വെച്ചാൽ 1/2 ലിറ്റർ. ഉച്ചയ്ക്ക് ലഞ്ചിന് അമ്മ ആക്കി വെച്ചത് പോരാണ്ട് അപ്പന്റെ കയ്യിൽ നിന്ന് ഒരു പൊടിക്കൈയും കൂടി കിട്ടിയാൽ നല്ലതാണെന്ന് അപ്പൂസ്. എന്നാ പിന്നെ വലിയ ഡെക്കറേഷൻ ഒന്നും ഇല്ലാണ്ട് ഒരു ഓംലേറ്റ് അടിച്ചു കൊടുക്കാന്നായി ഞാനും. സംഭവം ഇത്തിരി കയ്യിൽ നിന്ന് പോയെങ്കിലും നിന്റെ അപ്പൻ അലടി എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം അവിടെ ഉള്ളൂ. വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇത്തിരി ചോറ് വാരി കൊടുത്തേക്കാന്ന് ഞാൻ. സാധാരണ ഒറ്റയ്ക്ക് കഴിക്കുന്ന കുട്ടിയാണ്. 2 ദിവസം മുമ്പ് ഒരു KSRTC ബസ് വന്ന് കയറി കൊടുത്താണ് ഒല്ലൂർ സെന്ററിലുള്ള KR ഫ്രൂട്ട്സ് തുടങ്ങിയിട്ടുള്ള 2 കട പൂർണ്ണമായിട്ട് ഇല്ലാണ്ടായിട്ടുണ്ട്. അപകടത്തിൽ ആർക്കും പരിക്കുകളൊന്നുമില്ല, നഷ്ടം ഫ്രൂട്ട്സ് കടക്കാർക്ക് മാത്രം. KSRTCക്ക് എതിരെയാണ് കേസ് കൊടുത്തേക്കണേ. വിധി വന്നാ വന്നു എന്ന് പറയാം. 5 ലക്ഷം രൂപയ്ക്ക് 6 ലക്ഷം രൂപയ്ക്കൊക്കെ വീട് പണിത് കൊടുക്കുന്ന ഈ കാലത്ത് ജസ്റ്റ് 10-12 കോടി രൂപ മുടക്കി പണിത ഒരു പള്ളിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുരീച്ചിറ സെന്റ് ജോസഫ് ചർച്ചാണ്. ഈ വഴി പോകുന്നവരൊന്ന് കയറിയിട്ട് കണ്ടിട്ട് പോവാ കേട്ടോ. ഈ അപ്പൂസിന് വെക്കേഷൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ടൈമിംഗ് മൊത്തം തെറ്റാണെന്നുള്ളതാണ്. കാരണം ഞാൻ എത്തുന്നതിന് മുമ്പ് പല എപ്പിസോഡ് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവരും കഴിഞ്ഞ് പേഷ്യൻസും കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഡോക്ടറെ കണ്ട് തുടങ്ങാൻ. പടം ഇറങ്ങിയിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞെങ്കിലും രാഗം വിടാൻ ലാലേട്ടന് യാതൊരു ഉദ്ദേശമില്ലെന്ന് തോന്നുന്നു. ഇപ്പോഴും ഹൗസ്ഫുള്ളാന്നൊക്കെ കേൾക്കണേ. ലൈഫ് പലതവണ പണ്ടാറടങ്ങി പോയിട്ടും ചിരിച്ച മുഖത്തോടു കൂടി നിങ്ങളിപ്പോൾ എന്നെ കാണണമെങ്കിൽ അതിന് കാരണക്കാരായ എൻ്റെ ഭാര്യയും അതുപോലെ എൻ്റെ ഒരു പറ്റം സുഹൃത്തുക്കളും എനിക്ക് സമ്മാനിച്ച ഈ കോളേജാണ്. അതുകൊണ്ട് തന്നെ ഈ വഴി പോകുമ്പോൾ ഇവനെ മൈൻഡാക്കാണ്ട് പോകാൻ എനിക്ക് പറ്റുമോ? നിങ്ങൾ തന്നെ പറ. പോകുന്ന വഴി കണ്ടതാണ് പനനൊങ്ക്. സംഭവം കിടിലനാണ്. ഇത് കണ്ടാൽ ഞാൻ വിടാറില്ല. സംഭവം ഇച്ചിരി വില കൂടുതലൊക്കെ ആണെങ്കിലും നിങ്ങൾ കണ്ടാലങ്ങ് മേടിച്ചേക്ക് കിട്ടാം. 100 ഗ്രാമിൽ 38 കാലറീസ് ഉള്ളൂ. ഡീഹൈഡ്രേഷൻ വരാതിരിക്കാൻ ബെസ്റ്റ് ഓപ്ഷനാണ്. എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ സ്റ്റക്ക് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? ഇങ്ങനെയുള്ള കുറേ പേര് എനിക്കറിയാം. പക്ഷെ അവർക്കൊക്കെ 10-30 വയസ്സ് കഴിഞ്ഞിരുന്നു. മേ ബി വയസ്സൊരു പ്രശ്നമാണോ? ഗ്ലാമർ കുറയണ്ടോന്നായിരുന്നു പിന്നെ ഡൗട്ട്. ആരോടൊപ്പം ചോദിക്കാന്ന് വെച്ച് തിരിഞ്ഞപ്പോൾ മമത പറയണില്ലാന്ന്. മോർണിംഗ് കോൾസ് ഒക്കെ കഴിഞ്ഞ് ചങ്ങിനെയും കൂട്ടി പോയി ഒരു ചായ കുടിക്കാന്ന് വെച്ചപ്പോൾ ദേണ്ട വരുന്നു വേറൊരുത്തൻ. തള്ളിസ്റ്റും തൂക്കിസ്റ്റും ഒരുമിച്ച് വന്ന സ്ഥിതിക്ക് എന്റെ കാര്യം ഒന്ന് കുശാലായി. രണ്ടിനെയും കൊണ്ട് നേരെ തോമേണ്ട കടയിലേക്ക്. എന്റെ വീഡിയോ കണ്ടിട്ടാന്ന് തോന്നുന്നു ഇപ്പൊ തള്ളിന്റെ ഒപ്പം അഭിനയം തുടങ്ങിയിട്ടവൻ. തീറ്റയ്ക്കും കുടിക്കും ശേഷം അവിടെ ചായ അടിക്കണ ചേട്ടന്റെ ഗ്ലാസ് കറക്കണ ഒരു ഗംഭീര പരിപാടി എന്ന് പറഞ്ഞപ്പോൾ അതും കൂടി കണ്ടിട്ട് പോവാന്നായി പിള്ളേര്. ഒരു വീട് പണിയുമ്പോൾ എങ്ങനെയൊക്കെ ലാഭം ഉണ്ടാക്കാന്നാണ് രണ്ടുപേരും കൂടി ആലോചിക്കണേ. എടാ മഴയല്ലടാ പെയ്യണേന്ന് വെച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ 2 ആളെയും കാണാല്ലേ. അമ്പടി ബുദ്ധി കൂടി പോയാലും പ്രശ്നമെന്നൊക്കെ പറയില്ലേ. ബൈക്കിൽ ഒരു പെട്ടി കെട്ടി വെക്കാൻ വേണ്ടി കാണിക്കുന്ന പരിപാടികളാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. പിന്നെ എടാ പിള്ളേര് 3 ഇത്തിരി വയറൊക്കെ ആവാന്ന് പറഞ്ഞു തീർക്കണേ മുമ്പ് തന്നെ കംപ്ലീറ്റ് ഗ്യാസും വലിച്ച് കയറ്റിയിട്ട് എന്റെ കയ്യിൽ നിന്ന് സാമ്പിളിൽ നിന്ന് 2 ഗ്യാസിന്റെ ഗുളിക മേടിച്ചിട്ടാണ് അവൻ പോയത്. പിന്നെ അങ്ങോട്ട് ഞാൻ ബിസി ആയിരുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ.